നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് തുടരുമ്പോൾ സംഭവത്തിലെ പ്ലാനിംഗ് എല്ലാം പുറത്തു വരികയാണ്. അഫാൻ കൊലപ്പെടുത്തിയ ലത്തീഫിന്റെ വീട്ടിലായിരുന്നു ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. അഫാന്റെ അമ്മാവനായ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും ചുറ്റികൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത്. കുത്തുവാക്കുകളിൽ മനം നൊന്താണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ നൽകിയ മൊഴി. ഫെബ്രുവരി 24-നായിരുന്നു അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത്. പിതാവിന്റെ അമ്മ സൽമ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, കാമുകി ഫർസാന എന്നിവരെയാണ് അഫാൻ 6 മണിക്കൂറിനുള്ളിൽ കൊലപ്പെടുത്തിയത്. ഇനി ഷെമിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്ന തീരുമാനത്തിലാണ് പോലീസ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അഫാന്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് അഫാന്റെ കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടം എങ്ങനെ വന്നുവെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2021 ശേഷം 3.5 വർഷത്തിലാണ് അഫാന്റെ കുടുംബം 65 ലക്ഷം രൂപയുടെ ബാധ്യതയുള്ളവരായി മാറിയത്. വൻ കടമുണ്ടായത് അമ്മ മൂലമാണെന്നാണ് അഫാന്റെ മൊഴി. കടക്കാരുടെ നിരന്തര ശല്യം കുടുംബത്തിനുണ്ടായിരുന്നുവെന്നതാണ് സൂചന. ഇവർ പലപ്പോഴായി പലിശക്കാരിൽ നിന്നും വായ്പകൾ എടുത്തിട്ടുണ്ട്. പലിശക്കാരുമായുള്ള പണമിടപാടുകൾ, കടബാധ്യതയിൽ എത്ര രൂപ പലിശ ഇനത്തിൽ കൂടി എന്നതിനെ പറ്റിയെല്ലാം അഫാന്റെ അമ്മ ഷമിയോട് വിവരങ്ങൾ ചോദിച്ചറിയാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ബന്ധുക്കളുടെ ആഭരണങ്ങളും വീടുകളുടെ ആധാരവും ഇവർ വാങ്ങി പണയം വെച്ചിരുന്നു. ആദ്യ 2.5 വർഷം സാമ്പത്തിക ഇടപാടുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഷമിയാണ്. എന്താവശ്യത്തിനായാണ് ഇത്രയധികം പണം കടമായി വാങ്ങിക്കൂട്ടിയതെന്ന് അറിയണമെങ്കിൽ ഷമിയിൽ നിന്നും വിവരം കിട്ടണം. പലരിൽ നിന്നായി വാങ്ങിയ ഇത്ര വലിയ തുക എന്താവശ്യത്തിനാണ് ചെലവഴിച്ചതെന്ന് അറിയണമെങ്കിലും അഫാന്റെ അമ്മ ഷെമിയുടെ മൊഴിയെടുക്കണം. അഫാനും ഷെമിയും തമ്മിൽ കൊലപാതകം നടന്ന ദിവസം രാവിലെയും വാക്കുതർക്കമുണ്ടായതായി സൂചനയുണ്ട്. പണയം വെച്ച മാല തിരികെ ചോദിച്ച് നിരന്തരം ബുദ്ധിമുട്ടിച്ചതാണ് ഫർസാനയുടെ വൈരാഗ്യം ഉണ്ടാകാൻ കാരണമായതെന്നാണ് അഫാൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഫർസാനെ അഫാൻ കൊന്നത്. കൂട്ടക്കൊലപാതകത്തിന് പദ്ധതിയിട്ട അഫാൻ അന്നേ ദിവസം വീട്ടിലേക്ക് കടക്കാർ ആരെങ്കിലും ശല്യത്തിനെത്തിയാൽ ആക്രമിക്കാൻ മുളകുപൊടിയും വാങ്ങി സൂക്ഷിച്ചിരുന്നുവെന്ന് സമ്മതിച്ചു. കൂട്ടക്കൊലപാതകത്തിന് ശേഷം വീട് കത്തിച്ചു കളയാനായിരുന്നു അഫാന്റെ പദ്ധതി. ഇതിനായി ഗ്യാസ് സിലിണ്ടർ തുറന്നു വെച്ചാണ് അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. 80,000 രൂപ പിതൃ സഹോദരൻ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു. അഫാന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്ന് ലത്തീഫ് കുറ്റപ്പെടുത്തുമായിരുന്നു. ഇതിൽ മനംനൊന്താണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത്. സോഫയിലിരുന്ന ലത്തീഫിനെ ആക്രമിക്കുന്നതിനിടയിൽ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോൾ വന്നു. ഇതോടെ തുടർച്ചയായി ചുറ്റിക്കൊണ്ട് തലക്കടിച്ചു. ഇത് കണ്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ അടുക്കളയിലേക്ക് ഓടിയെന്നും പിറകെ ഓടിച്ചെന്ന് അവരെയും അടിച്ചു വീഴ്ത്തിയെന്നും അഫാൻ പറയുന്നു. ഇതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ലത്തീഫിന്റെ ഫോൺ എടുത്ത് വീടിന് സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അഫാനെ തെളിവെടുപ്പിനായി SN പുരത്തെ ലത്തീഫിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. അഫാനുമായി 2ാം ഘട്ട തെളിവെടുപ്പാണ് പോലീസ് ഇന്ന് ആരംഭിച്ചത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു അഫാനെ എത്തിച്ചത്. തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും എത്തിച്ചിട്ടുണ്ട്. കൊലയ്ക്ക് ശേഷം വലിച്ചെറിഞ്ഞ മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ഇത് കേസിലേറെ നിർണായകമാണ്. സജിത ബീവിയുടെ വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും വിവരം പുറത്തറിയുമെന്നതിനാലാണ് അവരെയും കൊലപ്പെടുത്തിയതെന്നുമാണ് അഫാൻ പറഞ്ഞത്. അഫാന്റെ മാതാവ് ഷെമി നടത്തിയിരുന്ന ചിട്ടി പൊളിഞ്ഞതോടെ വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ തീർക്കാൻ ലത്തീഫ് ഉപദേശിച്ചിരുന്നു. ആർഭാട ജീവിതമാണ് കടങ്ങൾ പെരുകാൻ കാരണമെന്നും ഷെമിയോടും അഫാനോടും ലത്തീഫ് പറഞ്ഞിരുന്നു. ലത്തീഫിന് 80,000 രൂപയോളം ഷെമി കടം നൽകാനുണ്ടായിരുന്നു. ഈ പണം മര്യാദയ്ക്ക് തിരിച്ചു നൽകണമെന്നും ലത്തീഫ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നുവെന്ന് അഫാൻ പറഞ്ഞു. അതേസമയം ആശുപത്രിയിൽ വെച്ച് മകന്റെ ക്രൂരതയറിഞ്ഞ് അമ്മ ഷെമി പൊട്ടിക്കരഞ്ഞു. ഉടനെ തന്നെ തനിക്ക് അവനെ കാണണമെന്നുമായിരുന്നു ഷെമി ആവശ്യപ്പെട്ടത്. ആശുപത്രി അധികൃതരോടും ഉറ്റവരോടുമാണ് ഇക്കാര്യം പറഞ്ഞത്. കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവങ്ങളെല്ലാം ഷെമി ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. ഘട്ടം ഘട്ടമായിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ഷെമിയോട് പറഞ്ഞത്. ആശുപത്രിയിലുള്ള ഷെമി സുഖം പ്രാപിച്ചു വരികയാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. നേരത്തെ ഇളയ മകൻ അഫ്സാൻ മരിച്ചുവെന്ന വാർത്ത ഷെമിയെ അറിയിച്ചപ്പോഴും ഇവർ നിലവിളിച്ചിരുന്നു. അന്ന് ഷെമിയെ സൈക്കാട്രിക് വിദഗ്ധരടക്കമാണെത്തി ആശ്വസിപ്പിച്ചത്. ഘട്ടം ഘട്ടമായി വിവരങ്ങൾ അറിയിക്കാമെന്നായിരുന്നു ഡോക്ടർമാരുടെ തീരുമാനം. ഇതനുസരിച്ചാണ് എല്ലാവരുടെയും വിവരങ്ങൾ ഷെമിയെ ധരിപ്പിച്ചത്. കൊലപാതക വിവരങ്ങൾ ഷെമിയെ പൂർണ്ണമായും അറിയിച്ച സ്ഥിതിക്ക് ഇനി വിശദമായി മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അഫാൻ പറഞ്ഞ സാമ്പത്തിക ഇടപാടുകളിലെ വാസ്തവം എന്തെന്ന് ഷെമിയോട് ചോദിച്ചറിയാനാണ് തീരുമാനം.